ഓക്കെ, നാലാമത്തെ യൂണിറ്റ് BCOE 141 പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗിലെ യൂണിറ്റ് 4 കൺസ്യൂമർ ബിഹേവിയർ. കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ളതാണ്. ആൻഡ് അത് ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കൺസ്യൂമർ ബിഹേവിയർ ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പം എന്തൊക്കെയാ നോക്കാം. എന്താണ് മീനിങ് നോക്കാം കേട്ടോ. കൺസ്യൂമർ ബിഹേവിയറിന്റെ മീനിങ് എന്താ നോക്കാം. is defined as the act of individuals involved in obtaining, using and disposing of economic goods and services, including the decision process that leads to this act. It seeks to explain why consumers different from one another in their buying and consumption patterns. ഓരോ കൺസ്യൂമറും എന്താണ്, വ്യത്യസ്ത സ്വഭാവമുള്ള, വ്യത്യസ്ത ടേസ്റ്റസ് ആൻഡ് പ്രിഫറൻസ് ഉള്ള ആളുകളാണ്. അപ്പം എന്താണ്, ഓരോ ഇൻഡിവിജ്വൽസും അവരെങ്ങനെയാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്, സാധനം യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണത് എന്നുള്ളത് നോക്കുക. അവരുടെ നീഡ്സ് എന്താണ്, വാണ്ട്സ് എന്താണ് നോക്കിയിട്ട് എന്ത് ആവാം, അവരുടെ ബൈയിങ് ഡിസിഷൻ്റെ ഒക്കെ ഒരു ഭാഗം എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഒരു എന്താണ് ഡിസിഷൻ ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കുക. അതിനൊക്കെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. എന്തിനാണ് നമ്മൾ കൺസ്യൂമറിന്റെ ആ ഒരു സ്വഭാവം മനസ്സിലാക്കുന്നത്, അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കൺസ്യൂമർ ബിഹേവിയർ. മാർക്കറ്റ് സെഗ്മെന്റേഷൻ. ഐഡന്റിഫൈ ദ സ്പെസിഫിക് ഗ്രൂപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് വിത്ത് സിമിലർ നീഡ്സ്. മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്യാണ്. എന്താണ് ചെയ്യുന്നത്, അപ്പോൾ സ്പെസിഫിക് ഗ്രൂപ്പ് കൺസ്യൂമേഴ്സ്, സിമിലർ നീഡ്സ്, സിമിലർ ആയിട്ടുള്ള ആവശ്യങ്ങളുള്ള, ഒരേപോലത്തെ ആവശ്യങ്ങളുള്ള കൺസ്യൂമേഴ്സ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ, മാർക്കറ്റ് സെഗ്മെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താകും, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ഡിസൈനിങ് അപ്രോപ്രിയേറ്റ് സ്ട്രാറ്റജി. അപ്രോപ്രിയേറ്റ് ഉള്ള സ്ട്രാറ്റജി എന്ത് ചെയ്യുക, ഡിസൈൻ ചെയ്യുക. റൈറ്റ് പ്രൊഡക്റ്റ് ആൻഡ് അഡ്വർടൈസിങ് മെസ്സേജസ് ടു റീച്ച് ടാർഗറ്റ് ഗ്രൂപ്പ്. നമ്മൾ മാർക്കറ്റിൽ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാൽ മാത്രം പോരാ, അതെന്താണ്, ടാർഗറ്റ് ആയിട്ടുള്ള ആരുടെ അടുത്ത് എത്തണം, കൺസ്യൂമേഴ്സിൻ്റെ അടുത്ത് എത്തണം അല്ലെങ്കിൽ ബയേഴ്സിൻ്റെ അടുത്ത് എത്തണം. അപ്പം അതിനനുസരിച്ചുള്ള അഡ്വർടൈസിങ് ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും റൈറ്റ് പ്രൊഡക്റ്റ് കാര്യങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ ഒരു കൺസ്യൂമർ ബിഹേവിയർ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അഡാപ്റ്റിംഗ് ടു ചേഞ്ച്. കീപ്പിംഗ് പേസ് വിത്ത് റാപ്പിഡ്ലി ചേഞ്ച് ടെക്നോളജി ആൻഡ് കൺസ്യൂമർ ടേസ്റ്റസ്. കൺസ്യൂമറിന്റെ ടേസ്റ്റസ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ്, ആ ഒരു ഏരിയയിലൊക്കെ മാർക്കറ്റിങ്ങിന് എന്താവണം, മാർക്കറ്റിങ്ങിന് നമുക്ക് എന്താവണം, ആ ഒരു ഏരിയയിലൊക്കെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റണം. എന്ത്, CRT ടു സ്മാർട്ട് TV, സ്മാർട്ട് TVയിലേക്കുള്ള ചാഞ്ചാട്ടം പോലെ. ഇതിനെന്താണ്, ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ്. ഏതൊക്കെ ടൈപ്പിലുള്ള കൺസ്യൂമേഴ്സ് ഉണ്ട്. പേഴ്സണൽ കൺസ്യൂമേഴ്സ് ഉണ്ട്, ഓർഗനൈസേഷണൽ കൺസ്യൂമേഴ്സ് ഉണ്ട്. നമ്മൾ ഇതിന് മുന്നത്തെ യൂണിറ്റിൽ നമ്മൾ പറഞ്ഞു, മാർക്കറ്റിങ്ങിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഓർഗനൈസേഷണലും പേഴ്സണലും പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കൺസ്യൂമറിന്റെ ബേസിലും. പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ്, സ്വന്തമായിട്ട് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഫാമിലിക്ക് യൂസ് ചെയ്യാനായിട്ട് വാങ്ങുന്ന ആൾക്കാരാണ് എന്ത്, പേഴ്സണൽ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ ഓർഗനൈസേഷണൽ കൺസ്യൂമേഴ്സ് ആരൊക്കെയാണ്, ബിസിനസ് ഫേംസ്, ഗവൺമെന്റ് ഏജൻസീസ്, നോൺ ബിസിനസ് ഓർഗനൈസേഷൻസ് ലൈക്ക് ഏതൊക്കെ, ഹോസ്പിറ്റൽസ്, ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ടു റൺ ദർ ഓപ്പറേഷൻസ്. അതായത് ഇപ്പം എന്താണ്, ഒരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഫുള്ള് സിറിഞ്ച് വാങ്ങുന്നത് ആരാണ്, ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകാനാണോ, അല്ല, അത് ഹോസ്പിറ്റലിലേക്ക് യൂസ് ചെയ്യാനാണ്. എന്നാൽ അതേപോലെ തന്നെ എന്താണ്, ഒരു പാഡാണ് ആരെങ്കിലും ഒരു സ്റ്റേ-ഫ്രീ ആണ് യൂസ് ചെയ്യുന്നത്, അത് എന്തിനാണ്, വീണ്ടും റീസെയിൽ ചെയ്യാനാകുമോ, അല്ല, ആ ഒരു വീട്ടിൽ ആർക്കാണോ അത് ആവശ്യം അത് യൂസ് ചെയ്യാനാണ്. ദെൻ ബയർ വേഴ്സസ് യൂസർ. ഞാൻ ഇപ്പോൾ പറഞ്ഞു നിർത്തിയതാണ്. ബയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാധനം ആക്ച്വലി വാങ്ങുന്നത് ആരാണ്. പിന്നെന്താണ്, യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ പേഴ്സൺ ഹു ആക്ച്വലി കൺസ്യൂംസ് ഓർ യൂസസ് ദി പ്രൊഡക്റ്റ്. ആ ഒരു സാധനം വാങ്ങുന്ന ആൾ തന്നെ അത് യൂസ് ചെയ്യണമെന്നില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഒരു നാപ്കിൻ പാഡ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീട്ടിലുള്ള ഒരു ബ്രദറാണ് അത് വാങ്ങിയത്, അപ്പൊ ബയ്യർ ആ ബ്രദറാണ്. പക്ഷെ യൂസ് ചെയ്യുന്ന ആൾ ആരാണ്, ചിലപ്പോൾ വീട്ടിലത്തെ മദർ ആകാം, അല്ലെങ്കിൽ അവരുടെ സിസ്റ്റർ ആവാം, അല്ലെങ്കിൽ വൈഫ് ആവാം, ആരാണെങ്കിലും ആകാം. അതാണ് ബയ്യറും യൂസറും. യൂസറിന് കൺസ്യൂമർ എന്നും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലെന്താണ്, അതർ റോൾസ്. ഇനീഷ്യേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ സാധനം വാങ്ങാനുള്ള ഒരു ഫസ്റ്റത്തെ ഒരു ഐഡിയ സജസ്റ്റ് ചെയ്തത്. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂസ് ക്യാരി വെയിറ്റ്, ആരാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്. ഡിസൈഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് സാധനം ഏത് വാങ്ങണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം എന്താണ്, ഇപ്പം നമ്മളിങ്ങനെ നമുക്കൊരു പെട്ടെന്നൊരു ആവശ്യം വന്നു, എന്ത്, ബെല്ല വാങ്ങണോ അതേപോലെ തന്നെ സ്റ്റേ-ഫ്രീ വാങ്ങണോ വിസ്പർ വാങ്ങണോ, അങ്ങനെ ഒരിതായി. അപ്പോൾ ഒരാൾ പറഞ്ഞു ഇത് മൂന്നും വാങ്ങണ്ട, വേറൊന്നും നോക്കി നോക്ക്. അപ്പോൾ പിന്നെ
ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടി, ഫസ്റ്റ് സജഷൻ കിട്ടി, അതാണ് ഇനീഷ്യേറ്റർ. പിന്നെ ഒരു ഇൻഫ്ലുവൻസർ, നമ്മൾ വേറെ ഇൻഫ്ലുവൻസ് ചെയ്തു. അതിൻ്റെ നല്ലത് ഇങ്ങനെയാണ് എന്നുള്ള രീതിയിൽ എന്തായി, ബെല്ലയാണ് ഇപ്പോൾ ഒന്നും കൂടിയും, ബെല്ലൻ്റെ പിങ്ക് ആണ് അടിപൊളി അങ്ങനെയൊക്കെ പറയില്ലേ, ആ ഒരു ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു. പിന്നെ ഡിസൈഡർ ആരാണ്, ആവശ്യമുള്ള ആളാണ് ഡിസൈഡർ. അപ്പോൾ ഏത് വാങ്ങണം എന്നുള്ളതിൻ്റെ ഫൈനൽ അന്തിമ തീരുമാനം എടുക്കുന്നത് ആ ഡിസൈഡറാണ്. ദെൻ എന്തൊക്കെ കാര്യങ്ങളാണ് കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ നമ്മൾ പ്ലസ് ടുവിലൊക്കെ നല്ല വൃത്തിക്ക് പഠിച്ചതാട്ടോ. സൈക്കോളജിക്കൽ ഫാക്ടർ, പേഴ്സണൽ ഫാക്ടർ, സോഷ്യൽ ഫാക്ടർ, കൾച്ചറൽ ഫാക്ടർ. ഏതൊക്കെയാ നോക്കാം. സൈക്കോളജിക്കൽ മോട്ടിവേഷൻ ആണ്, ഡ്രിവൻ ബൈ നീഡ്സ്, ഓഫൺ എക്സ്പ്ലെയിൻ ത്രൂ മാസ്ലോ ഹൈറാർക്കി ഓഫ് നീഡ്സ്. മാസ്ലോന്റെ ഒരു ചാർട്ടൊക്കെ നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ദെൻ പെർസെപ്ഷൻ, ആറ്റിറ്റ്യൂഡ്, ഓരോരുത്തരുടെ ചിന്താഗതിയെന്നും ഓരോരുത്തരുടെ മോട്ടിവേഷന്റെ ബേസിലും ആറ്റിറ്റ്യൂഡെന്നും ഒക്കെ വരുന്ന നമ്മുടെ സ്വന്തമേ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് എന്ത്, ഒരു തരത്തിൽ എന്തുള്ളത്, കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. ദെൻ പേഴ്സണൽ ഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഏജ്, നമ്മുടെ പ്രായം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ പറയാം, ജെൻഡർ, നമ്മൾ മെയിൽ ഓർ ഫീമെയിൽ ആണോ, എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒക്കുപ്പേഷൻ, ഇൻകം, പേഴ്സണാലിറ്റി, ലൈഫ് സ്റ്റൈൽ. ഇതെന്താണ് നമ്മുടെ പേഴ്സണൽ ഫാക്ടർ, മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. എന്താണ്, നമുക്ക് വയസ്സായതുകൊണ്ട് നമുക്ക് കുട്ടികളുടെ ഡ്രസ്സ് ഇടാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്താണ്, വയസ്സായതിൻ്റെ കാരണം നമ്മൾ സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ചുരിദാറാണ് എടുക്കാൻ പോവുക. അല്ലെങ്കിൽ ഇൻകം എന്താണ്, നമുക്ക് മനസ്സിന്ന് ചിലപ്പോൾ എന്താണ് സൈക്കോളജിക്കലി ആലോചിക്കുമ്പോൾ നല്ല ബ്രാൻഡഡ് ഷർട്ടൊക്കെ ഇടേണ്ടി വരും. പക്ഷെ എന്താണ്, നമ്മളെ ഇൻകം എന്താണ്, അതൊക്കെ ബ്രാൻഡഡ് ഇടാനുള്ള ഇൻകം ഒന്നുമില്ല. അപ്പം എന്താ ഉണ്ടാവുക, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒന്ന് വാങ്ങാം. അപ്പം എന്താണ്, പേഴ്സണൽ ഫാക്ടർ ആണത്. ദെൻ സോഷ്യൽ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, റെഫറൻസ് ഗ്രൂപ്പ്. നമ്മുടെ ഒരു മൊത്തത്തിൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും റെഫർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് എന്താണോ വാങ്ങുന്നത് അത്, അല്ലെങ്കിൽ ഫാമിലിയാണ് എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇതിൽ എന്താണ് മുൻപന്തിയിലുള്ളത്. അപ്പോൾ ഫാമിലിത്തെ എല്ലാവരും ഇതാണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ പിന്നെ ഞാനും ഇത് യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമ്മുടെ റോൾ, സ്റ്റാറ്റസ്, അല്ലെങ്കിൽ ഒപ്പീനിയൻ ലീഡേഴ്സ്. ആര് ഇപ്പോൾ നമ്മളൊന്ന് വാങ്ങാൻ തീരുമാനിച്ചാലും കുടുംബത്തിൽ എല്ലാവരും പറയും ഇങ്ങനെയാണ് ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നവർ എന്തുണ്ടാവുക, ഒപ്പീനിയൻ കൊണ്ട് നമ്മൾ സംസാരിച്ചിട്ട് നമ്മുടെ ഒരു ഡിസിഷൻ മാറ്റാൻ പറ്റുന്ന ഒരാളുണ്ടാവില്ല. അതാണ് സോഷ്യൽ ഫാക്ടേഴ്സ്. കൾച്ചറൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ബിലീഫ്സും വാല്യൂസൊക്കെ വെച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ. അല്ലെങ്കിൽ സബ് കൾച്ചർ ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്, ലൈക്ക് റിലീജിയസ് ഓർ റീജിയണൽ ഗ്രൂപ്പ്സ്, സോഷ്യൽ ക്ലാസ് വഴി അപ്പർ ടു ലോവർ. ഇതിനൊരു വലിയൊരു ചാർട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കൾച്ചറൽ ഫാക്ടേഴ്സ് പറയുന്നത്. ദെൻ കൺസ്യൂമർ എങ്ങനെയാണ് സാധനങ്ങൾ ബൈ ചെയ്യാന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ് കൺസ്യൂമർ ബൈങ് പ്രോസസ്സ്, ഇതൊരു ചടങ്ങാണ്, ഒരു പ്രോസസ്സാണ്. എങ്ങനെ, ഫസ്റ്റ് നമുക്കൊരു ആവശ്യം വരണ്ടേ, ഒരു കാൽക്കുലേറ്റർ. നമ്മൾ കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികളാണ്, നമുക്കൊരു കാൽക്കുലേറ്ററിൻ്റെ ആവശ്യം ഉണ്ട്. അപ്പം എന്താ, നമുക്കൊരു പ്രശ്നം വന്നു, ഒരു കാൽക്കുലേറ്റർ വാങ്ങണം എന്നുള്ളത്. then എന്താണ്, പ്രീ പർച്ചേസ് ഇൻഫർമേഷൻ സെർച്ച്. അപ്പം പിന്നെ നമ്മൾ അന്വേഷിക്കൽ തുടങ്ങും, ഏതായാലും വാങ്ങല്ലേ, അപ്പം നല്ലത് വാങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്യുന്നു, ഫ്രണ്ട്സിനോട് സെർച്ച് ചെയ്യുന്നു. പർച്ചേസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് നമ്മൾ സെർച്ച് ചെയ്ത് അങ്ങനെ എന്തായി, ഇവാലുവേഷൻ ഓഫ് ആൾട്ടർനേറ്റീവ്സ്. നമ്മൾ കുറച്ച് സെലക്ട് ചെയ്തു സെർച്ച് ചെയ്തിട്ട്. അപ്പം എന്താണ്, എന്നിട്ട് ഓരോന്നും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓരോന്നും എന്താ ഇങ്ങനെ നിരത്തി വെച്ച് ഇതിൻ്റെ ഇലാറെ ബെറ്റർ അതാണോ, അതിൻ്റെ ഇലാറെ ബെറ്റർ ഇതാണോ എന്നൊക്കെ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ പർച്ചേസ് ഡിസിഷൻ. ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം എന്തുണ്ടാവുക, അത് ഇതിലേതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യാമെന്ന് തീരുമാനം എടുക്കുക. ദെൻ പോസ്റ്റ് പർച്ചേസ് ബിഹേവിയർ. എങ്ങനെ, ഒന്നെങ്കിൽ കൺസ്യൂമറിന് സാറ്റിസ്ഫൈഡ് ആവും അല്ലെങ്കിൽ ഡിസാറ്റിസ്ഫൈഡ് ആവും പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട്, വിച്ച് അഫക്റ്റ് ഫ്യൂച്ചർ പർച്ചേസ് ആൻഡ് ബ്രാൻഡ് ഇമേജ്. പിന്നെന്താണ്, സ്വാഭാവികമായിട്ടും അത് ഫ്യൂച്ചർ പർച്ചേസിനെ ബാധിക്കും. ഇപ്പോൾ വാങ്ങി കുടുങ്ങി ഇനി ഈ ഒരു ഇതിമൊക്കെ പോവേയില്ല എന്ന് പറയല്ലേ, അതേപോലെ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്, അപ്പം ഇനി മുതൽ നമുക്ക് ഇങ്ങനെ തന്നെ വാങ്ങാം എന്നുള്ള രീതിയിൽ ചെയ്യാം. അപ്പം അതാണ് ഈ ഒരു കൺസ്യൂമർ ബിഹേവിയറിൻ്റെ ചാപ്റ്ററിൽ പറയുന്നത്.